ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ട്രിപ്പ് പറയുന്നത് ധനുഷ്കോടിയാണ്. വേറെ എവിടെയും വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മുടെ റോഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത്ര നേരത്തെ ഒരുപാട് വലിയ ബ്ലോഗ് ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു എൻഡ് ഭയങ്കര സ്വപ്നമാണ്. എന്താ പറയുക, അഞ്ചില്ലേ എന്താണ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയില്ല, ഒരു എൻഡാണ്. ഇനിയും ഞാൻ വരും. പക്ഷേ റോഡ് മാരണമാസ റോഡാണ്. എല്ലാ റൈഡേഴ്സും പറയുന്ന പോലെ ബൈക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വഴി നല്ല രീതിയിൽ വരിക, അടിച്ച് പൊടിച്ച് പറത്തി തരിക. മാക്സിമം 86 ഞാൻ ഓടിയിട്ടുള്ളൂ, അതിൽ കൂടെ എന്നെ കൂടെ പോകാൻ പറ്റില്ല. ബട്ട് എൻ്റെ ഡ്രീമായ ആ ഒരു എൻഡിലേക്ക് ഞാൻ പോവാണ്. ഇനി ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് വിഷ്വൽ കാണിക്കാം. എന്തായാലും ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു പ്രേത നഗരം കൂടെയാണ്. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ഞാനത് കാണിച്ചു തരും, വിഷ്വൽ കാണിച്ചു തരും. ഓക്കെ, അപ്പം പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ധനുഷ്കോടി എത്തിയിരിക്കണേ എന്താ സൈഡിൽ തന്നെ കുറച്ച് മുമ്പ് ഏകദേശം 10-15 കിലോമീറ്റർ പാമ്പ് ബ്രിഡ്ജ് എത്തുകയുള്ളൂ. പക്ഷെ അതിന് കുറച്ച് മുമ്പ് നല്ല വ്യൂ, കടൽ നോക്കി തെളിഞ്ഞു നിൽക്കുക, ഒന്നും പറയില്ല. നോക്കി വിഷ്വൽ, ഇതാണ് വിഷ്വൽ ബ്യൂട്ടി, ദ ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ. ധനുഷ്കോടി എന്ന് പറയുന്നത് ഭംഗിയുണ്ട്, ഊടായാലും നാടായാലും എല്ലാം സൂപ്പർ. വെള്ളം നോക്കി, അത് മാത്രമല്ല എൻ്റെ ആഗ്രഹമായ എൻ്റെ ഞാനിവിടെ കൊണ്ടുവന്നു എൻ്റെ ആഗ്രഹമാണ്. സത്യം പറയാം, ഇത് മാത്രമല്ല, ഭാവി പോവും, കർണാടകയിൽ പോവും, മഹാരാഷ്ട്രയിൽ പോവും, ലഡാക്ക് വരെ ഇവിടെ പോയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ എത്തിച്ചു. നമ്മൾ മണ്ണിലൊക്കെ ഇറക്കി സെറ്റാക്കിയിരിക്കണം. ഇതല്ല, ഇതിനപ്പുറം കാഴ്ചകളുണ്ട്. അത് നമുക്ക് അവിടെ പോയിട്ട് ലെൻഡിൽ പോയി കഴിഞ്ഞാൽ അവസാനം ഗോസ്റ്റ് ടൗൺ, അതുകൂടി നമുക്ക് വ്യക്തമായി വൃത്തിയിൽ കാണാൻ ചെയ്യാൻ പറയുകയും ചെയ്യാം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ബട്ട് ഐ എം ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഞങ്ങളുടെ കൂടെ വന്ന 2 പേരിൽ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇതുപോലെ ഇരിക്കുമല്ലോ. നമ്മൾ ഹാപ്പിയാണ്. ഇല്ല അതെ, നമുക്ക് എന്ത് ഹാപ്പി. നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളെങ്കിലും പോകണം. ജീവിതമൊക്കെ അങ്ങനെ തന്നെ, യാത്രകളെ പോലെ തന്നെ. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ എനിക്ക് ഇവിടെ വേണമെങ്കിൽ എല്ലാവരുടെയും വേനയ്ക്കും, കാര്യമൊന്നുമില്ല. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൈൻഡിലൊക്കെ പോകാം, അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ പാമ്പം ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ പാമ്പം ബ്രിഡ്ജിൽ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പുഷ്പ സിനിമയിലെ പോലെ ആ ഒരു ബോട്ട് പോകുന്നില്ലേ, ആ റേഞ്ച് സംഭവമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊരു സൈഡിൽ ഫുള്ളിങ്ങനെ ഓളം ഉണ്ട് വെള്ളത്തിൽ. അവിടെ ഫുൾ സൈലൻ്റ് ആണ്, ഫുൾ സൈലൻറ്റ്. ഇതാണ് നമ്മുടെ ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എനി ടൈം ഓപ്പൺ, അങ്ങനെ ട്രെയിൻ വരുന്ന സമയത്ത്, അല്ല ട്രെയിനില്ല സോറി, ബോട്ടുകൾ ഞാൻ വരുന്ന സമയത്ത് ഓപ്പൺ ആയ സംഭവമാണ്. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഇതിനപ്പുറത്തെ ബ്യൂട്ടി ഉണ്ട്, വിഷ്വൽ ബ്യൂട്ടി ഓഫ് ധനുഷ്കോടി. ഇനി നമ്മുടെ ഗോസ്റ്റ് ടൗണിലേക്ക് ഇനി പോകാണ്ട് കുറച്ച് പേരും കൂടി പോയിക്കാണ് നമുക്ക് അവിടെ. ഓക്കെ.